നമസ്കാരം. യുകെയിൽ വിവിധ വിസകളിൽ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന 10,000-കണക്കിന് മലയാളി പ്രവാസികളുടെ പെർമനന്റ് റെസിഡൻസി അഥവാ ILR സ്വപ്നങ്ങൾക്ക് ഏറെ നിർണായകമായ പുതിയ വിവരങ്ങളാണ് യുകെ ഹോം ഓഫീസിൽ നിന്നും ലഭ്യമാകുന്നത്. യുകെയിൽ തുടർച്ചയായി 10 വർഷം നിയമപരമായി താമസിച്ചവർക്ക് പെർമനന്റ് റെസിഡൻസി അഥവാ PR നേടാൻ അവസരമൊരുക്കുന്ന 10-year ലോങ് റെസിഡൻസ് റൂട്ട് വ്യവസ്ഥകളിൽ നിലവിൽ പ്രാബല്യത്തിലുള്ള കർശന മാറ്റങ്ങളും ഭാവിയിലെ കുടിയേറ്റ നയങ്ങളും പ്രവാസി മലയാളികളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ സമ്പൂർണ്ണ വിശകലനമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. യുകെ സ്റ്റുഡന്റ് വിസയിൽ എത്തി തുടർന്ന് ഗ്രാജുവേറ്റ് വിസ, സ്കിൽഡ് വർക്കർ വിസ അല്ലെങ്കിൽ ഡിപെൻഡന്റ് വിസ സ്റ്റേറ്റസിലേക്ക് മാറി യുകെയിൽ 10 വർഷം പൂർത്തിയാക്കിയവർക്കും പൂർത്തിയാക്കാൻ പോകുന്നവർക്കും വ്യക്തമായ നിയമപരമായ ധാരണയുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. യുകെ ഇമിഗ്രേഷൻ നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളിൽ ഒന്നാണ് ലോങ് റെസിഡൻസ് റൂട്ട്. മറ്റ് നിശ്ചിത സ്പോൺസർഷിപ്പ് വിസകളിൽ 5 വർഷത്തെ സേവനത്തിന് ശേഷം നേരിട്ട് ILR അപേക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലും വ്യത്യസ്ത വിസ കാറ്റഗറികൾ സംയോജിപ്പിച്ചുകൊണ്ട് യുകെയിൽ 10 വർഷത്തെ വിസ കാലാവധി തികയ്ക്കാൻ പ്രവാസികൾക്ക് ഇതിലൂടെ സാധിക്കുന്നു. ഉദാഹരണത്തിന് യുകെയിൽ 3 വർഷത്തെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠനത്തിന് ശേഷം 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി അഥവാ ഗ്രാജുവേറ്റ് വിസയും തുടർന്ന് 5 വർഷത്തെ സ്കിൽഡ് വർക്കർ വിസയും പൂർത്തിയാക്കുന്ന ഒരു മലയാളിക്ക് ഈ 10 വർഷത്തെ തുടർച്ചയായ നിയമപരമായ താമസത്തിന്റെ അടിസ്ഥാനത്തിൽ സെറ്റിൽമെന്റിനായി അപേക്ഷ സമർപ്പിക്കാം. വിസിറ്റർ വിസകളിലോ താൽക്കാലിക എൻട്രി അനുമതികളിലോ ഒഴികെയുള്ള മിക്ക എല്ലാ വാലിഡ് വിസ കാലാവധികളും ഈ 10 വർഷത്തെ കണക്കിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ഈ 10 വർഷത്തെ കാലയളവിൽ നിങ്ങൾ യുകെക്ക് വെളിയിൽ യാത്ര ചെയ്തിട്ടുള്ള ദിവസങ്ങൾ കണക്കാക്കുന്ന കണ്ടിന്യൂസ് റെസിഡൻസ് നിബന്ധനകളിൽ യുകെ ഹോം ഓഫീസ് കാതലായ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. 2024 ഏപ്രിൽ 11 ശേഷം ആരംഭിച്ചിട്ടുള്ള യുകെക്ക് വെളിയിലുള്ള യാത്രയുടെ കാര്യത്തിൽ ഏതൊരു റോളിംഗ് 12 മന്ത് പീരീഡിനെയും പരമാവധി 180 ദിവസത്തിൽ കൂടുതൽ യുകെക്ക് വെളിയിൽ കഴിയാൻ പാടില്ല എന്ന നിയമം അതീവ കർശനമായി നടപ്പിലാക്കിയിരിക്കുകയാണ്. മുൻപ് പ്രാബല്യത്തിലുണ്ടായിരുന്ന 548 ദിവസത്തെ ആകെ വിദേശവാസ പരിധിയും 184 ദിവസത്തെ ഒറ്റത്തവണ യാത്രാ പരിധിയും 2024 ഏപ്രിൽ 11 മുൻപുള്ള വിദേശ യാത്രകൾക്ക് മാത്രമാണ് ബാധകമാകുന്നത്. അതിനാൽ നാട്ടിലേക്ക് പതിവായി യാത്ര ചെയ്യുന്ന മലയാളി പ്രവാസികളും വിദ്യാർത്ഥികളും തങ്ങളുടെ പാസ്പോർട്ട് സ്റ്റാമ്പുകളും ബോർഡിംഗ് പാസുകളും പരിശോധിച്ച് ഈ 180 ദിവസത്തെ റോളിംഗ് ലിമിറ്റ് ലംഘിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ലോങ് റെസിഡൻസ് വഴി ILR അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന നിബന്ധനയാണ് നിലവിലെ നിങ്ങളുടെ വിസയിലുള്ള 12 മാസത്തെ സാന്നിധ്യം. 2024 ഏപ്രിൽ 11 ശേഷം പുതിയ വിസ സ്വിച്ച് ചെയ്യുകയോ പുതുക്കുകയോ ചെയ്ത വ്യക്തികൾ തങ്ങളുടെ ഇപ്പോഴത്തെ വിസ കാറ്റഗറികളിൽ കുറഞ്ഞത് 12 മാസമെങ്കിലും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ 10-year ILR അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യത നേടുകയുള്ളൂ. ഇതിനു പുറമെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള എല്ലാ അപേക്ഷകരും ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം. കൂടാതെ ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യം തെളിയിക്കുന്ന B1 അല്ലെങ്കിൽ പുതിയ നിർദ്ദിഷ്ട B2 ലെവൽ ഇംഗ്ലീഷ് യോഗ്യതാ പരീക്ഷാ സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ UK യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള അംഗീകൃത ഡിഗ്രി സർട്ടിഫിക്കറ്റുകളോ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. UK ഗവൺമെന്റിന്റെ കുടിയേറ്റ നയരേഖകളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏണ്ട് സെറ്റിൽമെന്റ് പരിഷ്കാരങ്ങൾ യുകെയിലെ പ്രവാസി മലയാളികൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാവിയിൽ സാധാരണ ILR യോഗ്യതാ കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷത്തെ അടിസ്ഥാന ക്രമീകരണത്തിലേക്ക് ഉയർത്താനും പഴയ രീതിയിലുള്ള വിവിധ വിസകൾ കൂട്ടിച്ചേർക്കാനുള്ള 10-year ലോങ് റെസിഡൻസ് പാത ഘട്ടം ഘട്ടമായി നിലനിർത്താനും ഭേദഗതികൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനാൽ നിലവിൽ യുകെയിൽ 10 വർഷത്തെ നിയമപരമായ വാസം പൂർത്തിയാക്കിയവരോ അല്ലെങ്കിൽ 10 വർഷം പൂർത്തിയാക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളവരോ ആയ മലയാളി പ്രവാസികൾ പുതിയ നിയമ ഭേദഗതികൾ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ എല്ലാ രേഖകളും ശേഖരിച്ച് തങ്ങളുടെ ILR അപേക്ഷകൾ സമർപ്പിക്കാൻ തയ്യാറെടുക്കേണ്ടതാണ്. ILR അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നിലവിലെ ഹോം ഓഫീസ് നിരക്കായ 3,226 പൗണ്ട് അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടതുണ്ട്. വേഗത്തിലുള്ള ഫലപ്രഖ്യാപനത്തിനായി അധികമായി 1000 പൗണ്ട് അടച്ച് സൂപ്പർ പ്രയോറിറ്റി സർവീസ് പ്രയോജനപ്പെടുത്താനും അപേക്ഷകർക്ക് അവസരമുണ്ട്. അപേക്ഷ നൽകി കഴിഞ്ഞ് ബയോമെട്രിക് വിവരങ്ങൾ കൈമാറിയ ശേഷം യുകെക്ക് വെളിയിലേക്ക് യാത്ര ചെയ്യാൻ പാടില്ലെന്ന കാര്യം അതീവ പ്രാധാന്യത്തോടെ ഓർക്കുക. അപേക്ഷാ പ്രോസസ്സിംഗിൽ ഇരിക്കുമ്പോൾ വിദേശയാത്രകൾ നടത്തിയാൽ നിങ്ങളുടെ ILR അപേക്ഷാ സിസ്റ്റം സ്വയം വിഡ്രോ ചെയ്യും. കഴിഞ്ഞ 10 വർഷത്തെ നിങ്ങളുടെ വിസ കോപ്പികൾ, P60, പേ സ്ലിപ്പുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, യൂണിവേഴ്സിറ്റി കോഴ്സ് കംപ്ലീറ്റ് ലെറ്ററുകൾ, കുറ്റമറ്റ രീതിയിലുള്ള പോലീസ് റെക്കോർഡുകൾ എന്നിവ കൃത്യമായി സൂക്ഷിക്കുക.
UK കുടിയേറ്റ മേഖല വലിയ ഭേദഗതികളിലൂടെ കടന്നുപോകുമ്പോൾ 10-year ലോങ് റെസിഡൻസി വഴി UK-യിൽ സ്ഥിരതാമസം ആഗ്രഹിക്കുന്ന മലയാളി പ്രവാസികൾ തങ്ങളുടെ ആബ്സെൻസ് കാലയളവുകളും വിസ റെക്കോർഡുകളും ഇന്ന് തന്നെ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. നിയമപരമായ കൃത്യതയോടെ മുൻകൂട്ടി ആസൂത്രണം ചെയ്താൽ UK-യിലെ നിങ്ങളുടെ സ്ഥിരതാമസവും പൗരത്വബാധയും സുരക്ഷിതമാക്കാൻ സാധിക്കും. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ നയങ്ങളും നിയമനിർദ്ദേശങ്ങളും തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.